അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ഒരു പാറ്റേൺ വെച്ചിട്ട് എന്താ പറയുക, ഒരു ലോട്ടറി ട്രിക്ക് പരമായിട്ടുള്ളൊരു നമ്പർ നമുക്ക് കണ്ടെത്തി നോക്കി നോക്കാം. ഇതെന്ത് പാറ്റേൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒന്നല്ല കേട്ടോ. ഇത് കണക്കിലെ പുലി, അതായത് മാത്സിൻ്റെ ഒക്കെ പുലിയായിട്ടുള്ള ശ്രീനിവാസ രാമാനുജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കണ്ടെത്തിയിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ആളെ പാറ്റേൺ ഉപയോഗിച്ചിട്ട് എന്താണ് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ക്വയർ, ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയറായിട്ട് നമുക്ക് ഇപ്പം എന്താ പറയുക, ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടിയാലും 15, ഇങ്ങനെ കൂട്ടിയാലും 15, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലൊരു നമ്പർ ഏത് നമ്പറിലും നമുക്ക് ഈ പാറ്റേൺ വെച്ച് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ 3461 വിചാരിച്ചോ. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3461 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എ ബി സി ഡി എന്ന് എഴുതണം. എന്നിട്ട് ഈ പാറ്റേണിൽ കാണുന്നത് പോലെ കൂട്ടിയും കുറച്ചും നമ്മളിവിടെ താഴോട്ട് എഴുതണം. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. ഏതിന് ആൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് ശരിക്കും അങ്ങനത്തെ ഒരു മാജിക് സ്ക്വയർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കതുകൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റേതായ രീതിയിൽ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഈ പാറ്റേൺ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഇതിൻ്റെ മെത്തേഡ് എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ 3461 ആൾ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുള്ള ഒരു ട്രിക്കാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മളിത് ലോട്ടറി വരെ മാറ്റി കാണിച്ചിരുന്നു മാത്രം. അപ്പോൾ 3461 എന്ന് പറഞ്ഞ ഒരു നമ്പർ, ഇത് മൊത്തം കൂട്ടുമ്പോൾ എത്രയാണ്? 6 4 10 13 14 ഇതിൻ്റെ മെയിനായിട്ടുള്ള നമ്പർ. കണ്ടല്ലോ. ഇനി ഈ 14ൻ്റെ എങ്ങനെ കൂട്ടിയാലും, ഇങ്ങനെ കൂട്ടിയാലും 14, ഇനി ഇവിടുന്ന് എഴുതാൻ പോകുന്ന നമ്പർ ഇങ്ങനെ കൂട്ടിയാലും 14, ഇങ്ങനെ കൂട്ടിയാലും ഒക്കെ 14 കിട്ടുന്നൊരു മാജിക് സ്ക്വയർ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ പാറ്റേൺ വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 3461 എഴുതി, അതിനുശേഷം അതിൻ്റെ മുകളിൽ എ ബി സി ഡി എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ കാണിച്ചിട്ടുള്ളതുപോലെ ഇതൊന്നും നോക്കണ്ട കേട്ടോ, അത് ഞാനങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതാണ് പാറ്റേൺ. ശരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്ര മാത്രമേ പാറ്റേൺ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ഡിയിൽ 1 കൂട്ടുക. ഏതാണ് ഡി? ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഡി ഇതാണ് അല്ലേ. അപ്പോൾ ഡിയിൽ 1 കൂട്ടാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിയിൽ 1 കൂട്ടിയിട്ട് ഇവിടെ എത്ര കിട്ടുക? 1 കൂട്ടുമ്പോൾ 2. ആ 2 നമ്മളിവിടെ എഴുതുക. നെക്സ്റ്റ് സിന്ന് 1 മൈനസ് ചെയ്യുക, 1 കുറയ്ക്കാനാണ് പറയുന്നത്. സി എന്ന് പറയുമ്പോൾ ഇതാണ് കണ്ടാ, എ ബി സി ഡി. സിന്ന് 1 കുറയ്ക്കുക, 1 കുറച്ച് എത്ര കിട്ടുക? 5 വരും. ആ 5 ഇതിന് താഴെ എഴുതണം. നെക്സ്റ്റ് ബിന്ന് 3 മൈനസ് ചെയ്യുക. ബിയിൽ 3 മൈനസ് ചെയ്യുക. ഈ മുകളിൽ എഴുതിയിട്ടുള്ള നമ്പർ ഒന്ന് നോട്ട് ചെയ്യേണ്ടതൊക്കെ ഞാൻ വെറുതെ എഴുതിയിട്ടുള്ള വേറൊരു കാര്യത്തിന് എഴുതിയിട്ടുള്ള ഇതൊന്നും നോക്കണ്ട. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് ഈ മുകളിൽ എഴുതിയിട്ടുള്ള നമ്പറൊന്നും നോക്കണ്ട, നമുക്കിതാണ് മെയിനായിട്ട് പ്രാധാന്യം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇവിടെ എഴുതിയിട്ടുള്ള എത്രയാണ്? ബിയിൽ 3 കുറയ്ക്കാൻ പറഞ്ഞിട്ട്, ഇതാണ് ബി. ഇതിന്ന് 3 കുറച്ചാൽ 1 കിട്ടും. ആ 1 ഇവിടെ ഇടുക. അതിനുശേഷം എയിൽ 3 കൂട്ടുക. ഇവിടെ എ ഇതാണ്. ഇതിൻ്റെ കൂടെ ഈ 3ൻ്റെ കൂടെ 3 കൂട്ടിയിട്ട് 6 കിട്ടും. ആ 6 കൂടെ എഴുതുക. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ 4 ഇവിടം വരെ എഴുതണം. ഇനി നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ബിന്ന് 2 കുറയ്ക്കുക. ഇതാണ് ബിന്ന് 2 കുറച്ചാൽ 2 കിട്ടും. ആ 2 നമ്മൾ എന്ത് ചെയ്യണം? ഇതിലിടണം. നെക്സ്റ്റ് എയിൽ 2 കൂട്ടുക. ഇതാണ് എ. 2 കൂട്ടിയാൽ 5 വരുന്നു. ആ 5 ഇവിടെ ഇട്ടു. നെക്സ്റ്റ് ഡിയിൽ 2 കൂട്ടൽ തന്നെയാണ്, ഇവിടെ പ്ലസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഡി. ഇതിൽ 2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. ആ 3 നമ്മളിവിടെ ഇട്ടുന്നു. നെക്സ്റ്റ് സിയിൽ 2 കുറയ്ക്കാം. ഇതാണ് സിന്ന് 2 കുറച്ചാൽ 4 വരും. ആ 4 നമ്മളിവിടെ ഇട്ടു. അതിനുശേഷം താഴെയുള്ളതിൽ സിയിൽ 1 കൂട്ടുക. ഇതാണ് 1 കൂട്ടിയാൽ നമുക്ക് സിന് താഴെ 6 6ൽ 1 കൂട്ടിയാൽ 7 കിട്ടും. ആ 7 ഇവിടെ ഇടുന്നു. അടുത്തത് ഡിയിൽ 1 മൈനസ് ചെയ്യുക. ഇതാണ് ഡി. ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എന്തായാലും 0 ആയിരിക്കും വരിക. ആ 0 നമ്മൾ ഇട്ടു. നെക്സ്റ്റ് എയിൽ 1 കൂട്ടുക. ഇതാണ് എയിൽ 1 കൂട്ടിയാൽ 3 ആണല്ലോ. 1 കൂട്ടിയാൽ 4 വരും. ആ 4 നമ്മൾ ഇട്ടു. അത് കഴിഞ്ഞാൽ ബിയിൽ നിന്ന് 1 കുറയ്ക്കുക. ഇവിടെ ഇതാണ് ബി. ഇതിൽ നിന്ന് 1 കുറച്ച്, അതായത് 4ൽ 1 കുറച്ച് ഇവിടെ 3 വരുന്നു. ഇനി ഇതിൻ്റെ അപ്പോൾ ഇത് നമ്മൾ ഇവിടം വരെ എഴുതി. അപ്പോൾ ആ പരിപാടി അവസാനിച്ചു. ഇനി നമുക്കിതിൻ്റെ 14ആണ്. ഇത് മൊത്തം കൂട്ടുമ്പോൾ എത്ര? 6 4 10 13 14 ഇവിടെ കിട്ടുന്നതെങ്കിൽ ഓക്കെ, ഇത് നോക്കിക്കോ. 6 7 7 5 12 2 14. ഇതും 14 ആയിരിക്കും. 5 3 8 8 2 10 14. ഇതും 14 തന്നെയാണ്. 7 3 10 14. ഇതും 14ആണ്. ഇത് 14ൻ്റെ ഒരു എങ്ങനെ കൂട്ടിയാലും 14ആണ്. ഇനി ഇത് നോക്കി 7 3 10 14. ഇവിടെയും 14ആണ് കിട്ടുന്നത്. 5 5 10 14. ഇവിടെയും 14ആണ് കിട്ടുന്നത്. അതുപോലെ ഇത് 6 7 3 10 14. ഇവിടെയും 14ആണ്. ഇവിടെ 6 7 3 10 14. ഇവിടെയും 14ആണ്. ഇങ്ങനെ 14ൻ്റെ ഒരു സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഓക്കെ, അതെങ്ങനെ കൂട്ടിയാലും ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നല്ലോ. ഇപ്പോൾ ഇങ്ങനെ കൂട്ടിയാലും ഈ നമ്പർ, ഇപ്പോൾ ഈ നമ്പറും എല്ലാം ഇങ്ങനെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 14. അതുപോലെ ഈ ഒരു കട്ടകൾ, ഈ ഒരു കാണുന്ന നമ്പറും 14 ആയിരിക്കും. 5 3 8, 8 5 13 14. ഇങ്ങനെ 14ൻ്റെ സ്ക്വയർ നമുക്കിതിൽ ഈ പാറ്റേൺ വെച്ച് ഉണ്ടാക്കിയതുപോലെ നിങ്ങൾക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പറിൻ്റെ പാറ്റേൺ നമുക്ക് ഒരു സ്ക്വയർ ആയിട്ടുള്ള ആ ഒരു പരിപാടി നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ പാറ്റേൺ വെച്ചിട്ട്. ഇതുപോലെ എഴുതി ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണ് ഗുണം? നമ്മൾ നോക്കുന്നത് കേരള ലോട്ടറിയും കാര്യങ്ങളൊക്കെയാണല്ലോ. എന്നാൽ ലോട്ടറി പരമായിട്ട് നമുക്ക് എന്ത് കിട്ടും എന്ന് ഞാൻ ഒരുപാട് നോക്കി. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് 3461 3461 നമ്മളിങ്ങനെ ആക്കി. ഇപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടിക്കാൻ സാധ്യത 7043 എന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയാണ് നോക്കിയിരുന്നത് ഈ നമ്പർ 2534 അതുപോലെ 2516 ഒക്കെ അടിക്കുമെന്നൊക്കെ നോക്കി. അടിക്കുന്നൊക്കെ ഉണ്ട്, ചില നേരത്തൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ചില നമ്പറുകളിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ അത് വരുന്നുള്ളൂ. അത് ഏത് നമ്പറാണ് എങ്ങനെയെന്ന് നമുക്ക് ഇനിയും കുറേ കണ്ടുപിടിക്കാണ്ട്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ പെട്ടെന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു നമ്പർ അടിച്ചിട്ടുണ്ടോ നോക്കി നോക്കാം. 7043. ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറയാൻ വന്നിട്ടുള്ളത് ഈ കാര്യമല്ല കേട്ടോ, നമ്മൾ വേറൊരു കാര്യമാണ് പറയാൻ വന്നിട്ടുള്ളത്. കാരണം ഈ പാറ്റേണിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേറൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളതാണ് പറയാൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ തൽക്കാലം ഈ 7043 നോക്കി നോക്കട്ടെ അടിച്ചിട്ടുണ്ടോ. മിക്കപ്പോഴും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന നമ്പർ ഇപ്പോൾ 3461 ഇതിനുള്ള നമ്പർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് 200ലാണ്. അപ്പോൾ നമ്മളത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 7043 നമ്മൾ സെലക്ട് ചെയ്ത നമ്പറെങ്കിൽ മിക്കപ്പോഴും ഇങ്ങനെ കിട്ടുന്ന നമ്പർ ഇങ്ങനെയാണ് അടിക്കാറ്. 7034 അടിച്ചിട്ടുള്ളത് കണ്ടല്ലോ. അത് 2-ാം ദിവസമാണ്. പിന്നീട് 2 കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ചില നേരത്തെ അങ്ങനെ കഴിയും. 2 3 4 5 6-ാം ദിവസമാണ് അടിച്ചിട്ടുള്ളത്. ഇവിടെ 7044, അതുപോലെ 7041, 7049 ഈ ബ്ലോക്കുകളിൽ പ്രൈസ് വരും. ഓക്കെ, അതുപോലെ 25 30ൻ്റെ ബ്ലോക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലോക്കുകളിൽ പ്രൈസ് വരുന്നുണ്ട്. 2516, 2530ൻ്റെ ബ്ലോക്ക്, ഇങ്ങനെ 7040ൻ്റെ ബ്ലോക്കുകളിൽ പ്രൈസ് വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് നമ്പറൊക്കെ മാറും. കറക്റ്റായിട്ട് ഇത് അടിക്കണമെന്നില്ല. അങ്ങനെ അടിക്കാനാണെങ്കിൽ തന്നെ അത് മിക്കപ്പോഴും 7043 ആണെങ്കിൽ അത് 7034 ആവും. 2534 ആണെങ്കിൽ 2543 ആവാറാണ് പതിവ്. 2516 ആണെങ്കിൽ ചിലപ്പോൾ 61 ആവും. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് 2510ൻ്റെ ബ്ലോക്കുകളിൽ അടി വരികയും ചെയ്യും. പക്ഷെ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഓക്കെ, അതുകൂടാതെ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇതാണ് 2512 അടിച്ചിട്ടുള്ളത്. നമ്മൾ 25 ഇതാണ്ടില്ലേ, ഇവിടെ 2512, 2536 ആ ബ്ലോക്കുകളിലൊക്കെ പ്രൈസ് വരും. ഓക്കെ, അതായത് നമ്മൾ കണ്ടുപിടിച്ച് 2-ാം പക്കം പിറ്റേ ദിവസം തന്നെ. ഇപ്പോൾ ഇവിടെ 3461 5-ാം തീയതി ആണെങ്കിൽ ഇവിടെ ആ ബ്ലോക്കുകൾ കണ്ട 6-ാം തീയതിയിൽ 2530ൻ്റെ ബ്ലോക്കുകൾ അടി വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പിറ്റേ ദിവസം 2510 ആ ബ്ലോക്കുകളിലൊക്കെ അടി വരും. പക്ഷേ ലാസ്റ്റ് നമ്പർ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയാലും അത് തിരിഞ്ഞു പോകാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ക്വയർ നമ്പറുകൾ കണ്ടെത്താൻ പറ്റും. ആ നമ്പറുകൾ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇന്ന ബ്ലോക്കുകളും കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതല്ല, നമ്മൾ പറയാൻ വന്നിട്ടുള്ള കാര്യം വേറൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് അരിച്ച് പെറുക്കി. അങ്ങനെ പെറുക്കിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഐഡിയയാണ് ഇതിനെക്കുറിച്ച് ഞാൻ നോക്കി. പിന്നെ എന്താണ്, എങ്ങനെയാണ്, ഏത് നമ്പറിലാണ് സെലക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് നോക്കി. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയൊരു ഐഡിയയാണ് ഇനി പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ആ ഐഡിയ നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്, അതായത് നമുക്ക് കിട്ടുന്ന നമ്പറുകളൊക്കെ മിക്കപ്പോഴും റൊട്ടേഷൻ ചെയ്തിട്ട് അടിക്കുന്നത്. ഈ പാറ്റേൺ വെച്ച് നോക്കി നമ്മൾ ഇതുപോലെ നമ്പർ കണ്ടെത്തിയാലും റൊട്ടേറ്റ് ചെയ്തടിക്കും. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ ഇപ്പോൾ ഇതുപോലെ 7281 കിട്ടിയിട്ടുണ്ട്, 4819 കിട്ടിയിട്ടുണ്ട്, ഇതാണ് 7281. അത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ അടി വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. സംഗതി ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചാലും കുറച്ച് നാൾ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു നമ്പർ സെലക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ നമ്പർ കണ്ടാൽ മാത്രം എടുക്കുക എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഇപ്പോൾ 81 ഇതിങ്ങനെ ഡയറക്റ്റായിട്ട് കിട്ടണം. ഇതല്ലേ 81 ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏത് നമ്പറിൽ ഈ പാറ്റേൺ വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള നമ്പർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 9 ഇവിടെ ഉണ്ട്, 9ൻ്റെ നമ്പർ അതായത് 9ൽ തുടങ്ങുന്ന ഒരു 4 അക്ക നമ്പർ സെലക്ട് ചെയ്തു. ഇപ്പോൾ 9846. ഓക്കെ, പക്ഷേ ഇവിടെ ഈ ബാക്കി 3 നമ്പർ ഉണ്ടല്ലോ, ഈ ബാക്കി 3 നമ്പർ കൂട്ടുമ്പോൾ 6 4 10 18, അതായത് 8 1 9 ആണ്. ഇങ്ങനെയുള്ള നമ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ
അതിനെക്കുറിച്ച് നോക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടാണ് അവിടെ കറക്റ്റായിട്ട് കാണിച്ചിട്ടാണ്. അതെ 9846. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, എ ബി സി ഡീനെ എഴുതിക്കുക, എന്നാലേ നമുക്ക് അതിൻ്റെതായ മെത്തേഡ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ 3 നമ്പറും കൂട്ടുമ്പോൾ 6 4 10 18ആണ്. 18 എന്ന് പറയുമ്പോൾ 8 1 9. ആ 9 ഇവിടെ കാണണം. ഇങ്ങനെയുള്ള നമ്പറുകൾ സെലക്ട് ചെയ്യുക. അത് ഇതിൽ തന്നെയാണെന്ന് വെച്ചാൽ മറ്റുള്ള നമ്പറും സെലക്ട് ചെയ്യാം. ഇപ്പോൾ 28 57. 28 57 എന്ന് പറയുമ്പോൾ ഈ നമ്പർ മൊത്തം കൂട്ടി കഴിഞ്ഞാൽ അറിയാൻ പറ്റും 8 5 13 7 20. മൊത്തം കൂട്ടുമ്പോൾ എത്ര 20ആണ് കിട്ടുന്നത്. 20 എന്ന് പറയുമ്പോൾ ഈ 2 0 2 കൂടി കൂട്ടുമ്പോൾ എത്ര 2 തന്നെയാണ് വരുന്നത്. ആ 2 ഇവിടെ ഉണ്ട് കണ്ട. അപ്പോൾ ഇങ്ങനേതായ നമ്പറുകൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പാറ്റേൺ, അതായത് മറ്റാൾ കണ്ടുപിടിച്ച പാറ്റേൺ അല്ല, നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു പാറ്റേൺ, അതായത് ഇതിന് നേരെ തല തിരിച്ചിട്ടാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഞാൻ നോക്കിയപ്പോഴാണ് ഡയറക്റ്റായിട്ട് ഏകദേശം വരുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ 98 46 എഴുതി, അതായത് 6 4 10 18 എന്നുള്ള നമ്പർ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ 18 9 ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ നമ്പറുകൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അങ്ങനെ എഴുതുക, എ ബി സി ഡി എന്ന് മുകളിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം ഇതിൽ കാണുന്ന പോലെ സിന്ന് 1 കുറയ്ക്കുക. ഇതാണ് സി. സിയിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എത്ര വരും, 3 ആണ് കിട്ടുക. പിന്നെ നെക്സ്റ്റ് ഡിയിൽ നിന്ന് 1 കൂട്ടുക. ഡിയിൽ ഇതാണ് ഡി. ഇവിടെ എത്ര 1 കൂട്ടുക, അപ്പോൾ 7 വരുന്നു. ആ 7 ഇവിടെ ഇടുക. അതിനുശേഷം എന്ന് 1 മൈനസ് ചെയ്യുക. ഇത് മൈനസാണ് കേട്ടോ, ഇവിടെ മൈനസ് ചെയ്യുക. ഈ എ എന്നുള്ള താഴെ ഉണ്ടല്ലോ, ഈ 9ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 8 വരുന്നു. നെക്സ്റ്റ് ബി, ഇതാണ് ബി. ബിയിൽ 1 കൂട്ടുക. ഇതാണ് ബി. ബിയിൽ 1 കൂട്ടിയാൽ ഇവിടെ 8 ആണല്ലോ, അപ്പോൾ 9 ഇല്ല ഇവിടെ. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ എത്ര, കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള നമ്പർ 37 89 ആണ്. ഇവിടെ 98 46 അടിച്ചതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം. ഇവിടെ 5-ാം തീയതിയാണ് കേട്ടോ, അതും കൂടി നോക്കിക്കോ. 5-ാം തീയതി എന്നാണ് നമ്മൾ ഈ നമ്പർ സെലക്ട് ചെയ്തിട്ടുള്ളത്. 5 6 7 8-ാം തീയതിയിൽ 37 80 അടിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള നമ്പർ അതിൻ്റെയും പിറ്റേ ദിവസമാണ് 37 89 ഡയറക്റ്റായിട്ട് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് 37 89 എന്നുള്ള നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, കറക്റ്റായിട്ട് അതുപോലത്തെ നമ്പറുകൾ മാത്രം സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, 28 57 നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 28 57. ഈ 28 57 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല 8 5 13 7 20. 20 എന്ന് പറയുമ്പോൾ ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ 2 എണ്ണം, ആ 2 ഈ അറ്റത്തുണ്ട്. അപ്പോൾ കറക്റ്റാണ് ആ നമ്പർ. ഇത് സെലക്ട് ചെയ്യാം നമുക്ക്. അതിനുശേഷം എന്ത് ചെയ്യാം, ഇതേ പാറ്റേൺ വെച്ചിട്ട് ഇതുപോലെ തന്നെ സിയിൽ നിന്ന് 1 കുറയ്ക്കാം. ഇതാണ് സി. എ ബി സി, ഇത് ഡി ആണെന്ന് വിചാരിച്ചോ. സി 5 ആണ്. അപ്പോൾ 5ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് ഇവിടെ 4 വരുന്നു. ഓക്കെ, അവിടെ 4 ഇട്ടിട്ടുണ്ടെങ്കിൽ ഡിയിൽ 1 കൂട്ടുക. ഇതാണ് ഡിയിൽ 1 കൂട്ടുക. ഇതാണ് ഡി. ഇതിൽ 1 കൂട്ടി 8 വരുന്നു. എയിൽ 1 മൈനസ് ചെയ്യുക. ഇതാണ് എ. 1 മൈനസ് ചെയ്ത് ഇവിടെ 1 ഇട്ടുന്നു. ഇത് ബി. ബിയിൽ 1 കൂട്ടുക, അതായത് 2-ാമത്തെ നമ്പറാണ് ബി. അതിൽ 1 കൂട്ടി 9. ഇവിടെ കറക്റ്റ് 48 19. ഈ 48 19 ഈ പറഞ്ഞതുപോലെ ഇതിവിടെ ഡയറക്റ്റായിട്ട് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. 48 19 റൊട്ടേറ്റ് ചെയ്തിട്ടില്ല. അതും ഈ പറഞ്ഞതുപോലെ 9-ാം തീയതി 4-ാം ദിവസം തന്നെയാണ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള നമ്പറുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പറാണിത്. കണ്ട 5 3 8 9 കറക്റ്റ് 9 ആണ്. ഫസ്റ്റ് കറക്റ്റായിട്ട് ആ ഒരു 9 ഇവിടെ ഉണ്ട്. അപ്പോൾ 95 31 നമുക്കിതുപോലെ സെലക്ട് ചെയ്താൽ 22 86 കിട്ടുക. പക്ഷേ ഈ ഒരു നമ്പർ മാത്രം ഞാൻ ഇത്രയും ദിവസമായിട്ട് അടിച്ചിട്ടില്ല. അപ്പോൾ എന്താണത് നോക്കിയപ്പോൾ അന്നത്തെ ദിവസം തന്നെ 22 87 അടിച്ചത് കൊണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ അതിനുശേഷം 22 80 അടിച്ചത്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് ബാക്കിൽ 22 85 എത്രയൊക്കെ അടിച്ചിട്ടുണ്ടെന്നുണ്ട്, 22 82 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 22 86 മാത്രം ഇതുവരെ വന്നിട്ടില്ല. ബാക്കിയുള്ള ഈ ഒരു നമ്പർ ഈ പറഞ്ഞ പോലെ 71 82, അതായത് 90 81, ഈ 3 നമ്പറും കൂട്ടുമ്പോൾ 9 ആണ്. ഈ അറ്റത്ത് 9 ആണ്. അതുപോലെ 90 90 90 90 എന്ന് പറയുമ്പോൾ ഈ 3 നമ്പറും 0 ആയാലും മൊത്തം കൂട്ടുമ്പോൾ 9 ആണ്. ഈ അറ്റത്ത് 9 തന്നെയാണ്. അപ്പോൾ 90 90 നമ്മളിതുപോലെ ഈ പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 81 81 കിട്ടുക. ആ ഒരു നമ്പറും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു നമ്പർ ഇവിടെ 81 81 ഇതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് 72 71 82 വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ,
ഇത് എന്നൊക്കെ ഇതൊക്കെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള നമ്പറാണ്. പിന്നെ അതിന് ശേഷം ഞാൻ സെലക്ട് ചെയ്ത നമ്പറാണ് ഇത്. അതായത് മറ്റുള്ള നമ്പറുകളും അതുപോലെ വരുന്നുണ്ടോ എന്നുള്ളത് അറിയണ്ട. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള നമ്പർ 9 മാത്രമല്ല മറ്റുള്ള ഏത് ഇപ്പോൾ ഈ 3 നമ്പറും കൂട്ടുമ്പോൾ 5 2 7 7 8 ഈ ഒരു 8 ഇവിടെ 8 ആണെങ്കിൽ കറക്റ്റായിട്ട് ആ നമ്പർ സൂട്ടായനെ അങ്ങനെ നോക്കുക. അപ്പോൾ കറക്റ്റായിരിക്കും അത്. 6 4 10 17 7 8 ആണെങ്കിൽ ഇവിടെ ഈ ഒരു നമ്പർ ഇവിടെ കറക്റ്റായിരിക്കും. അതായത് 86 47 ആണെങ്കിൽ നമുക്ക് കിട്ടിയേനേന്ന് നമുക്ക് ആ നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റിയേനെ. നമുക്ക് വേണമെങ്കിൽ ഇല്ലാത്തൊരു നമ്പർ വെച്ചിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കാണിച്ചു തരാൻ മാത്രം. വേണ്ട, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അനേകം കാര്യങ്ങൾ. ഇവിടെ നോക്കി നോക്കാം. 6 3 9 ഈ അറ്റത്ത് 9 ഇല്ല. 6 3 9 ഈ അറ്റത്ത് 9 ഉണ്ട് കറക്റ്റായിട്ട്. തിരിഞ്ഞാണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. എങ്കിലും നോക്കി നോക്കട്ടെ. 90 63 വിചാരിക്കുക നമുക്ക്, അല്ലെങ്കിൽ 36 09 വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചോ. ശരിക്കും 9 ഇവിടെയാണല്ലോ വരേണ്ടത്. എങ്കിലും കുഴപ്പമില്ല, ഇത് നമുക്ക് നോക്കി നോക്കാം. നമ്മളെ കൺഫ്യൂഷൻ തീർക്കാമല്ലോ നമുക്ക്. സിന്ന് 1 കുറയ്ക്കുക. ഇതാണ് സി. ഇവിടെ 1 ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അതായത് സിയിൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതാണല്ലോ സി. എ ബി സി ഡി. സിയിൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 9 കണക്ക് കൂട്ടുക. അത് 9 നിന്ന് 1 കുറച്ച് എത്ര വരിക? 8 വരിക. ജസ്റ്റ് നോക്കി വെക്കാൻ വേണ്ട. ഡിയിൽ 1 കൂട്ടുക. ഇതാണ് ഡി. ഇവിടെ 1 കൂട്ടുമ്പോൾ 10 വരുന്നത് കണ്ട. ഇങ്ങനെയൊക്കെ ചില അതാണ് എല്ലാ നമ്പറിലും ഇത് പറ്റില്ല എന്ന് പറയുന്നത്. ഡിയിൽ 1 കൂട്ടിക്കഴിഞ്ഞാൽ 10 വരിക. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? നമുക്ക് 2 നമ്പർ വരുന്നു, അത് നടക്കില്ല. അപ്പോൾ നമുക്ക് രാമാനുജൻ സാറിൻ്റെ ആ ഒരു ആളെ പാറ്റേൺ തന്നെ എടുക്കാം. ഈ ഒരു പാറ്റേൺ എടുത്ത് നോക്കട്ടെ. സിന്ന് 1 കൂട്ടുക. സിയിൽ 1 കൂട്ടുകയാണെങ്കിൽ ഇവിടെ 1 വരിക. അടുത്തത് ഡിയിൽ 1 മൈനസ് ചെയ്യുക. അപ്പോൾ ഡി ഇതാണല്ലോ. അപ്പോൾ ഇവിടെ 8 വരുന്നു. എയിൽ 1 കൂട്ടുക. ഇതാണ് എ. അപ്പോൾ ഇവിടെ 4 വരുന്നു. അടുത്തത് ബിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബിന്ന് 1 മൈനസ് ചെയ്താൽ 5 വരുന്നു. 18 45 ഈ ഒരു നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാറ്റേണിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പാറ്റേണിലേക്ക് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കിവിടെ 18 45 കിട്ടിയിട്ടുണ്ട്. നോക്കി നോക്കട്ടെ. 18 45 പകരം, അതായത് നമ്മൾ ഇവിടെ 5-ാം തീയതിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, 5-ാം തീയതി തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ 18 46 ഇവിടെ അടിച്ചിട്ടുള്ളത്. 5000 ഒരു നമ്പർ മിസ്സായി. അതിന് ശേഷം 18 45 വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി നോക്കട്ടെ. എന്നാലും ആളെ നമ്പർ കറക്റ്റായിട്ട് നമ്മൾ സംഗതി 9-ൻ്റേതായ നമ്പറുകൾ കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു നമ്പർ മാറിയപ്പോഴും എങ്കിലും നോക്കി നോക്കട്ടെ. 18 45 കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ? 18 45 വന്നിട്ടുണ്ട്. അത് ഇവിടെ 5-ാം തീയതി ആണെങ്കിൽ 10-ാം തീയതിയിൽ 18 45 വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ ഈ പറഞ്ഞ പോലെ 9-ൻ്റേതായ 6 3 9 ഇവിടെ ഒരു 9 ഉണ്ട്. അങ്ങനത്തെ നമ്പറുകൾ സെലക്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 18 45 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 46 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ കണക്കിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാത്ത ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ കിറുങ്ങാലിക്കും, തലയ്ക്ക് പ്രാന്ത് പിടിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇതുപോലത്തെ ഏത് നമ്പറിന്, ഇപ്പോൾ ഇത് 14 ആണെങ്കിൽ 15 16 17 18 99 106 എത്ര വലിയ 3 നമ്പറിൽ എല്ലാത്തിലും നമുക്ക് ഇതുപോലെ മാജിക് സ്ക്വയറുകൾ ഉണ്ടാക്കാനും പറ്റും. ആ പാറ്റേൺ വെച്ച് നമുക്ക് ഇതുപോലെ ആ സ്ക്വയറുകളിൽ കാണുന്ന ഇങ്ങനെ നമ്പറുകൾ കണ്ടെത്താനും പറ്റും. അതുകൂടാതെ നമ്മൾ ഈ പറഞ്ഞത് നമ്മുടേതായ രീതിയിൽ ഇതുപോലെ തല പുകഞ്ഞ് കണ്ടുപിടിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെയുള്ള നമ്പറുകളും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറച്ച് നമ്പറുകൾ കണ്ടെത്താൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണക്കിനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം അത് കാണുക, അല്ലാത്തൊരിത് കാണാൻ നിൽക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.